നമുക്കൊപ്പം ഇപ്പോൾ കെ രമ MLA ചേരുന്നു ടെലിഫോൺ ലൈനിൽ. കെ രമ, ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ സുകുമാരൻ അട്ടപ്പാടിയെ കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. അതെ, ഇതിലിപ്പോ സുകുമാരനുള്ളത് ഗാന്ധിപുരം പോലീസ് സ്റ്റേഷനിലാണ് കോയമ്പത്തൂരിലെ. എന്തിനാണ് തമിഴ്നാട് പോലീസ്, കോയമ്പത്തൂർ പോലീസ് വന്ന് സുകുമാരനെ അറസ്റ്റ് ചെയ്തത്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിൽ പോരാട്ടം നടത്തുന്ന ഈ ഭൂമാഫിയക്കെതിരെ വലിയ തോതിൽ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ നിരന്തരമായി പോരാടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സുകുമാരൻ. ആ സുകുമാരനെ എന്തിനാണ് തമിഴ്നാട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് വളരെ ഗുരുതരമായി അടിയന്തരമായി കേരളത്തിലെ പോലീസ് ഇടപെടേണ്ടതാണ്, ഭരണ സംവിധാനം ഇടപെടേണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഗാന്ധിപുരം പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ അദ്ദേഹത്തിനെ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു ചെറിയ 2 കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഏതൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. ഈ ഗവൺമെന്റ് ഭൂമിയിൽ ഉൾപ്പെടെ ഈ ഭൂമാഫിയ വന്ന് കയ്യേറിയതിനെ സംബന്ധിച്ചുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇദ്ദേഹം ഷെയർ ചെയ്തു എന്നുള്ളതാണ് ഒരു കുറ്റം പോലീസുകാർ പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം ഈ ഭൂമാഫിയയുടെ കയ്യിൽ നിന്ന് എന്തോ പണം ആവശ്യപ്പെട്ടു. ആ പണം ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും അത് ഷെയർ ചെയ്തതും അതിന്റെ പ്രതികാരമാണ് എന്ന് പറഞ്ഞ് നിസ്സാരമായ 2 കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോ പോലീസ് പറയുന്ന. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഷോളയൂരിൽ കോയമ്പത്തൂർ സ്വദേശി വാങ്ങിയ ഭൂമി ആദിവാസി ഭൂമിയാണ് എന്ന് ഫേസ്ബുക്കിൽ സുകുമാരൻ അട്ടപ്പാടി ഒരു പോസ്റ്റ് ഇട്ടു. അതിനാണ് ഈ ഗാന്ധിപുരം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലിരിക്കുന്നത്. സമാനമായ രീതിയിൽ സുകുമാരനെതിരെ തമിഴ്നാട്ടിൽ നിരവധി പേരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ടുണ്ട് എന്ന് സംശയിച്ചുകൂടെ? കാരണം നിരവധി പരാതികൾ വരുന്നുണ്ട്. അല്ല, ഇത് ഇപ്പോഴുള്ളതല്ല. നേരത്തെ സുകുമാരനെതിരെ വലിയ തോതിൽ പരാതികൾ കൊടുത്തിട്ടുണ്ട്. കേരള പോലീസിന് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് ഇപ്പം കേരള പോലീസിൽ അത് നടക്കാത്തത് കൊണ്ടാണ് തമിഴ്നാട് പോലീസിലേക്ക് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കയ്യേറ്റങ്ങളൊക്കെ ഇപ്പൊ ഈ മാഫിയകൾ അപ്പുറത്തുനിന്ന് കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ഒക്കെയുള്ള ഭൂമാഫിയകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നതിന്റെ ഭാഗമായിട്ട്. അതാണല്ലോ ഇത്തരം ഒരു കേസ് വന്നത്. അത് ഞാൻ പറഞ്ഞ പോസ്റ്റ് ഇട്ടതല്ല, പോസ്റ്റ് ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ ആ പോസ്റ്റ്. അതാണ് അവർ പറയുന്ന ഒരു കുറ്റം. പക്ഷെ അതൊന്നും അല്ലല്ലോ വിഷയം. അതല്ല വിഷയം ഇതിനകത്ത് പിന്നെ ഈ മാഫിയയുടെ കളിയാണ്. മാഫിയക്കെതിരെ നിരന്തരമായ പോരാട്ടം നടത്തുന്ന ഒരാളാണ്. നഞ്ചിയമ്മയുടെ സമരത്തിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരാളാണ് സുകുമാരേട്ടൻ. ഞങ്ങളൊക്കെ സുകുമാരേട്ടന്റെ കൂടെയാണ് കോയമ്പത്തൂരിൽ പോയതും അട്ടപ്പാടിയിൽ പോയതും ഈ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ. ഞാനതാ പറഞ്ഞ, ഒരു പ്രാവശ്യം ഞങ്ങൾ ഈ അട്ടപ്പാടി മേഖല സന്ദർശിച്ച് തിരിച്ച് പാലക്കാട് എത്തുമ്പോഴേക്കും ഞങ്ങളുടെ ബാക്കിൽ ഈ ഭൂമാഫിയയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, ഞങ്ങളെ ഫോളോ ചെയ്യായിരുന്നു. അപ്പൊ ഇവര് ഈ മാഫിയക്കാരിങ്ങനെ അവിടെ പോരാട്ടം നടത്തുന്ന അവരെയൊക്കെ അനുകൂലമായി, ആദിവാസികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ നോട്ടമിടുകയാണ് അവര്. അവർക്കെതിരെ ഇല്ലാത്ത കേസുകൾ ചുമത്തി കള്ളക്കേസ് ഉണ്ടാക്കി ജയിലടയ്ക്കുക എന്നുള്ള സമീപനമാണ്. അപ്പോൾ കേരളത്തിൽ ഇത് വിലപ്പോകില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഇപ്പൊ കോയമ്പത്തൂരിലേക്ക് ഇത് നീക്കം നടത്തിയത്. അത് വളരെ ഗൗരവമുള്ളതാണ്. അടിയന്തരമായി കേരളത്തിലെ ഭരണാധികാരികൾ അതിൽ ഇടപെടണം. പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മിനിസ്റ്ററെ ബന്ധപ്പെട്ടിട്ടുണ്ട്, മിനിസ്റ്ററെ കിട്ടിയിട്ടില്ല. അടിയന്തരമായിട്ട് റവന്യൂ മിനിസ്റ്ററെ കൂടി ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് വിചാരിക്കുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രി OR കേളു അടക്കം ഇടപെടേണ്ട ഒരു സാഹചര്യമില്ലേ കെ രമ? തീർച്ചയായിട്ടും ഉണ്ട് സുജയ. മന്ത്രി OR കേളു ഇടപെടണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ഇടപെടണം. ഈ 2 മിനിസ്റ്റർമാരും ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനെയാണ് ഇപ്പൊ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹം മറ്റൊരു ക്രിമിനൽ കേസിലും പ്രതിയല്ല. അദ്ദേഹം ഈ ആദിവാസികളുടെ കൂടെ നിൽക്കുന്നു എന്ന ഒരു തെറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആദിവാസികൾക്ക് ഒപ്പം അവർക്ക് വേണ്ടി സമരം ചെയ്യുന്നു, അവർക്ക് വേണ്ടി കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സുകുമാരേട്ടന്റെ കേസുണ്ട്. സുകുമാരേട്ടൻ ഹൈക്കോടതിയിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. സുകുമാരേട്ടൻ കളക്ടറുടെ മുന്നിൽ പോയി വിവരങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും സുകുമാരേട്ടന്റെ കയ്യിലുണ്ട്. ഓരോ ആധാരത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതിൽ എത്ര വ്യാജ ആധാരങ്ങളുണ്ട്, അതിന്റെ നമ്പറുകൾ, പട്ടയത്തിന്റെ നമ്പറുകൾ, ഇനി എല്ലാ സകല ഡോക്യുമെന്റ്സും സുകുമാരേട്ടന്റെ കയ്യിലുണ്ട്. അപ്പൊ സുകുമാരേട്ടനെ പൂട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയാണ് ഭൂമാഫിയക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സുകുമാരേട്ടനിലേക്ക് ആദ്യം കൈകടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അട്ടപ്പാടിയിൽ ഈ സമരങ്ങളൊക്കെ ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് മാധ്യമത്തിന്റെ ഒരു ലേഖകനുണ്ടായിരുന്നു, സുനിലിനെതിരെ കേരള പോലീസ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം അറിഞ്ഞു കാണുമല്ലോ. അതായത് ഈ ആദിവാസി ഭൂമി തട്ടിപ്പിന്റെയൊക്കെ ചുരുളഴിച്ച മാരിമുത്തുവും മരിച്ചു.
അതെ, അത് ഏറ്റവും ഗുരുതരമാണ്. ഞാൻ അതുകൂടെ പറയാനിരിക്കായിരുന്നു സുജയ. മാരിമുത്തുവിന്റെ മരണത്തിനെ സംബന്ധിച്ച് ഒരു ദുരൂഹമായി തോന്നുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മാരിമുത്തുവിന്റെ ഒരു ഇന്റർവ്യൂ സുനിലുമായിട്ടുണ്ടായിരുന്നത്. ആ മാരിമുത്ത് വളരെ കൃത്യമായിട്ട് പറയണം, അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന 1 ഏക്കർ 90 സെന്റ് ഭൂമി, ഏകദേശം 5 കോടിയിലധികം വില വരുന്ന ഭൂമിയാണ് അവിടുത്തെ ഷോളയാറുള്ള വില്ലേജിൽ നിന്ന് വ്യാജമായ രേഖയുണ്ടാക്കിക്കൊണ്ട് അത് വാങ്ങിയത് എന്ന വിവരം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ മാരിമുത്ത് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. അപ്പൊ വളരെ ഗുരുതരമാണ് അട്ടപ്പാടിയിലെ സ്ഥിതിവിശേഷങ്ങൾ. ഇങ്ങനെ ഓരോ മനുഷ്യരെയും അവിടെ ഇല്ലാതാക്കുന്ന അവിടുത്തെ ആദിവാസികൾക്ക് ഭയമാണ് സുജയ. ഈ പുറത്തുനിന്ന് ഞങ്ങളൊക്കെ അവിടെ പോയ സമയത്ത് ഈ തമിഴ്നാട് നിന്നുള്ള പോലീസുകാരാണ് പലപ്പോഴും അവിടെ വരുന്നത്. ഈ മാഫിയയുടെ കൂടെ തമിഴ്നാടുള്ള പോലീസ് വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയാണ്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ കിടപ്പാടത്തിൽ നിന്ന് കുടിയിറക്കുന്ന സാഹചര്യം, അവിടെ പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അവരെ ഭീഷണിപ്പെടുത്തുക പാവങ്ങളാണ്. ആ പാവങ്ങൾക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരേ ഒരാൾ, സുകുമാരേട്ടനെ, ചന്ദ്രൻ എന്നുള്ള കുറച്ച് പേരുണ്ട് അവിടെ, അവരാണ് ഈ ആദിവാസികൾക്ക് ഒരു രക്ഷയായിട്ട് ഇതിനെതിരെ സമരം ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ വായടപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്ന ഒരു ചിന്തയാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം കാണണം. സുകുമാരേട്ടനെ ഏതെങ്കിലും വകുപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജയിലിനകത്താക്കാനുള്ള നീക്കം തമിഴ്നാട് പോലീസ് നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ UAPA പോലുള്ള വകുപ്പുകളൊക്കെ ചുമത്തി അകത്തിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിൽ സുകുമാരൻ അട്ടപ്പാടി തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ് എന്ന് താങ്കൾക്ക് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സഹായം ലഭിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സുകുമാരൻ അട്ടപ്പാടി തന്നെ പറഞ്ഞതാണ്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണം. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അംഗമാണ് നഞ്ചിയമ്മയുടെ കുടുംബഭൂമി തട്ടിപ്പിലെ പ്രധാനി എന്ന് സുകുമാരൻ അട്ടപ്പാടി പറഞ്ഞതാണ്. അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനമെടുക്കണമെന്ന് പറയുന്നു. അതേ പാർട്ടിയുടെ അംഗമാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന റവന്യൂ മന്ത്രി K. രാജൻ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? ഇതിൽ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ആളുകൾ, അതായത് ഈ എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞ സെൽവരാജ് നായ്ക്കർ, മാരിമുത്തു, ഇവരൊക്കെ ഈ കരാറിന്റെ ഇടപെടലുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെയൊക്കെ മരണം സംഭവിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതല്ലേ KK രമ? അല്ല, ഇതിലെ സുജയ രാഷ്ട്രീയമുണ്ട്. വളരെ കൃത്യമായി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഈ ആദിവാസികൾ, ഈ സമൂഹത്തിന് ഈ ദുരന്തം പേറേണ്ടി വരില്ലല്ലോ, ഈ ദുരവസ്ഥ ഉണ്ടാവില്ലല്ലോ. അത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ഇടപെടലിന്റെയൊക്കെ ഈ മാഫിയകളും ഈ രാഷ്ട്രീയക്കാരും ഒക്കെയുള്ള ചങ്ങാത്തം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇവർക്ക് ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത്? കൃത്യമായ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നടക്കില്ലല്ലോ. അപ്പോൾ അത് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിനുള്ള ലൈസൻസ് കിട്ടുന്നത് ഭരണക്കാരുടെയൊക്കെ ഒരു മൗനസമ്മതവും അവരുടെ അനുവാദവും ഒക്കെ കൊണ്ടാണല്ലോ. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അതുകൊണ്ട് ആ തരത്തിലേക്ക്, പക്ഷേ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ റവന്യൂ മിനിസ്റ്ററൊക്കെ ഞങ്ങൾ ഇതിന്റെ കൂടെയാണ് എന്നാണ് പറയാറ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി നിൽക്കുക എന്നുള്ളൂ. അതോടൊപ്പം ഒരു കാര്യം കൂടി സുജയ, തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ഇത് കൊണ്ടുവന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം മാധ്യമങ്ങളൊക്കെ ഇതിന്റെ കൂടെ നിൽക്കുക, ഈ സാധാരണക്കാരുടെ വിഷയങ്ങളോടൊപ്പം നിൽക്കുമെങ്കിൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ. അങ്ങനെ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ മറ്റൊരു താല്പര്യങ്ങളില്ലാതെ ആ താല്പര്യങ്ങളുടെ ഇടയിൽ പെട്ടുപോകാതെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പോരാട്ടം നിങ്ങൾ അങ്ങനെ ഒരു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം തോന്നുന്നു. അത് തുടർന്ന് കൊണ്ടുപോകണം എന്നൊരു അഭ്യർത്ഥനയുമാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു ചോദിച്ചത്. ഈ ഭൂമി ഇടപാട് നടത്തിയയാൾ CPIയിൽ അംഗമാണ് എന്ന് സുകുമാരൻ അട്ടപ്പാടി പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. അക്കാര്യത്തിൽ പരിശോധന ഒക്കെ നിങ്ങൾക്കൊക്കെ നടത്താവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കണം. KK രമ, സർക്കാർ സംവിധാനത്തിന്റെ പിന്തുണ ഈ തട്ടിപ്പുകാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ? അല്ല, ഞങ്ങൾ പാർട്ടി എന്ന നിലയ്ക്ക്, RMBI എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ വിഷയം നേരത്തെ ഏറ്റെടുത്തതാണ്. ഞങ്ങൾ ഈ ഇതിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് നിരവധി തവണ ഞങ്ങൾ അട്ടപ്പാടിയിൽ പോയിട്ടുണ്ട്, അവിടെ സമരം നടത്തിയിട്ടുണ്ട്, ആദിവാസികളുടെ കൂടെ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. തുടർന്ന് അങ്ങോട്ട് അതിന്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സുകുമാരേട്ടനും അവിടുത്തെ ചന്ദ്രേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് മിനിസ്റ്റർമാരെ കാണാൻ വേണ്ടി പോയത്. ചീഫ് സെക്രട്ടറി, അങ്ങനെ എല്ലാ ആളുകളെയും പോയി കണ്ട് ഈ പരാതികളൊക്കെ കൊടുത്ത് ഇതിന്റെ പിറകിൽ തന്നെയാണ്. ആ പോരാട്ടമൊന്നും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് മാഫിയ ഭീഷണിപ്പെടുത്തിയാലും ഈ പാവങ്ങൾക്ക് കിട്ടേണ്ട അധികാരവും അതുപോലെ തന്നെ ഭൂമിയും അവർക്ക് കിട്ടണം. അവർക്ക് ജീവിക്കണം അവിടെ മണ്ണിൽ. മനുഷ്യനായിട്ട് അവർക്ക്, ഈ സാധാരണ മനുഷ്യർക്ക് മണ്ണിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന പോരാട്ടത്തിനൊപ്പം തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. അപ്പൊ ഏത് ഇത്തരത്തിലുള്ള ഭീഷണികളും ഉണ്ടായാൽ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. ചെറിയ സംഘത്തിനോടല്ല ഏറ്റുമുട്ടുന്നത്, വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് സുകുമാരേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല
പ്രാവശ്യം ഭീഷണി നേരിട്ടിട്ടുണ്ട്. പലതരത്തിൽ ഇല്ലാതാക്കാനുള്ള നടത്തിയത്, അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതൊക്കെ പലപ്പോഴും സുകുമാരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നിസ്സാരമായിട്ട് കാണുന്നില്ല. വലിയ മാഫിയോടാണ് ഏറ്റുന്നത്, ചെറുതല്ല പോരാട്ടം എന്നതാണ് ഇക്കാര്യത്തിൽ. ഏതായാലും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഈ മാഫിയക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ പക്ഷം പിടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരായുള്ള നിലപാട് ആ പക്ഷം എടുക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയാണ് നടക്കുന്നത്.